ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ സായി ചേട്ടൻ. അപ്പോൾ ഇന്ന് നമ്മൾ ലൈവ് ഇടുന്നതാണ്. പക്ഷേ ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ആയിട്ട് നമ്മളൊരു വ്ളോഗ് എടുക്കാം. വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആണ്. പക്ഷേ അൺബോക്സ് ചെയ്യുന്ന വലിയ സാധനമൊന്നുമല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചത് വലുതാണ്. കാരണം എന്ന് വെച്ചാൽ ആസ് എ സ്മോൾ കണ്ടന്റ് ക്രിയേറ്റർ ഗെയിമിങ് സ്ട്രീം ചെയ്യുന്ന ഫ്രീ ഫയർ ഗെയിം സ്ട്രീം ചെയ്യുന്ന, അതായത് ബാക്കിയുള്ള ഗെയിമിംഗ് കമ്മ്യൂണിറ്റി വെച്ച് നോക്കുമ്പോൾ ഫ്രീ ഫയറിന് ഭയങ്കര സപ്പോർട്ടറാണ് കാര്യങ്ങളൊക്കെയാണ്. എങ്കിലും അതിൽ നിന്ന് ഒരു സ്ട്രീമിങ് ചെയ്ത് ചെറിയൊരു ഏണിങ്സ് ഉണ്ടാക്കി ആ ഏണിങ്സ് കൊണ്ട് നമ്മൾ ലൈവിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം മേടിക്കുമ്പോൾ എനിക്കത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ആ ഐറ്റം എന്തായാലും. സോ അങ്ങനെ ഒരു സാധനം ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട്. സാധനം എന്താണ്ട് ഇതാണ്. പാക്കറ്റൊക്കെ വലുതാണ്, പക്ഷേ ഭയങ്കര വലിയ പൈസയ്ക്കൊന്നുള്ള സാധനമൊന്നുമല്ല, ചെറിയ സാധനമാണ്. സോ ഇത് എനിക്ക് നിങ്ങളെ കാണിക്കണം തോന്നി. അത് മാത്രമല്ല, നമ്മളെ ലൈവിൽ കുറെ നാളുകൊണ്ട് പിള്ളേർ എന്ന് പറയുന്നുണ്ട് വീഡിയോസ് ഇട്, ഷോർട്സ് ഇട്, അങ്ങനെയൊക്കെ മെമ്പർഷിപ്പ് എടുത്തിട്ട് വരെ പിള്ളേർ പറയുന്നുണ്ട് മെമ്പർഷിപ്പ് ഉള്ളി വീഡിയോ ഇടുക, അപ്പോൾ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ. പക്ഷെ എനിക്കെപ്പോഴും വീഡിയോ ഇടുമ്പോൾ നല്ല വീഡിയോ ആയിരിക്കണം. ആ ഒരു സാധനം എനിക്കെപ്പോഴും മൈൻഡിലുള്ളതാണ് ഞാൻ ഇടായിരുന്നത്. പക്ഷേ അത് കാത്തിരുന്ന് മുന്നോട്ട് പോകുന്നതല്ലാണ്ട് എനിക്ക് കണ്ടന്റും കിട്ടുന്നില്ല, എന്തിടണമെന്ന് അറിയാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് എങ്കിൽ പിന്നെ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു സാധനത്തിനെ പറ്റി വീഡിയോ ഇടാണ്. സോ പറയുവാണെങ്കിൽ ഭയങ്കര പൈസ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ പൈസയേ ഉള്ളൂ. പക്ഷേ പറയുമ്പോൾ ഞാൻ പ്രൊഡക്റ്റ് എന്താന്ന് പറഞ്ഞില്ലേ. പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ കുറെ ദിവസം കൊണ്ട് ലൈവ് ഇടുമ്പോൾ ലൈറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, വെട്ടം കുറവാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ലൈറ്റ് ആണ് ഈ പെട്ടിക്കകത്ത്. കണ്ടോ, ഇത്രയും വലിയ പെട്ടിയൊക്കെയാണ്. പക്ഷേ പൈസ വലിയതൊന്നുമില്ല. ഞാൻ വീണ്ടും പറയുന്നു, യൂട്യൂബിൽ നിന്ന് എന്നെ പോലെ ഒരു ചെറിയ ക്രിയേറ്ററിന് യൂട്യൂബിൽ നിന്ന് ഒരു ഫണ്ട് വന്ന് ആ ഒരു പൈസ കൊണ്ട് ഇത് മേടിക്കാമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. സോ നമുക്ക് എന്തായാലും ഇതൊന്ന് പൊളിച്ചു നോക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ലൈറ്റ് എങ്ങനെയുണ്ട് ബാക്കിയൊക്കെ കാണാം. ഓക്കെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇത്രയും ലോങ് ആയിട്ടാണ് സാധനം വരുന്നത്. കാരണം എനിക്ക് തോന്നുന്നു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓൾറെഡി ഇവിടെ സൈഡിലൊക്കെ ഡാമേജ് ആണോ അതേ പൊട്ടിട്ടുണ്ടാണോ അറിയത്തില്ല. എന്തായാലും നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. എവിടെ നിർത്തി ഈ പ്ലാസ്റ്റിക് കവറൊക്കെ കട്ട് ചെയ്യാം. ഓക്കെ, ഇത് തന്നെ അതായത് ഒരാഴ്ച കൊണ്ട് എത്തുമെന്ന് പറഞ്ഞ സാധനം 2 ആഴ്ച കൊണ്ട് എത്തി. ഇത് ഇനി ഇത് ഫുള്ള് ഉടായിപ്പാണെങ്കിൽ അവന്മാരെ ഞാൻ ചീത്ത വിളിക്കും. ചുമ്മാ കേട്ടോ. അയ്യോ, കാരണം നമ്മളെ ആദ്യമായിട്ട് സാധനം മേടിക്കുമ്പോൾ അതിന്റെ എക്സൈറ്റ്മെന്റ് ആണ്. എന്നിട്ട് ഞാൻ പനി പിടിച്ച് കിടക്കുമായിരുന്നു റാങ്കി. ഇതിപ്പോ 1-ാം തീയതി ഡേറ്റ്. ഇന്നലെ ഞാൻ ലൈവ് ഇല്ല, കാരണം വയ്യായിരുന്നു, പനി പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പൊ നോക്കുവാണെങ്കിൽ ഇത് രണ്ടുമാണ് ഇതിന്റെ അകത്ത് വന്നേക്കുന്നത്. ഓക്കെ, ഒരു 10 ഇഞ്ചിന്റെ റിംഗ് ലൈറ്റ് ഫില്ല എന്ന് പറയുന്ന ഒരു ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അവർക്ക് സെപ്പറേറ്റ് എടുക്കാം. സ്റ്റാൻഡ് സെപ്പറേറ്റ് അതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. ഓക്കെ, ഇതാണ് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. ഇതാണ് ആ വന്നേക്കുന്നത് ഒരു ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 10 ഇഞ്ച് ഫിൽറ്ററിംഗ് ലൈറ്റ് എന്ന് പറയുന്നത് ഫിൽ ലൈറ്റ് ആൻഡ് ബ്യൂട്ടി ഫേസ്, മേക്ക് ഫേസ് ആൻഡ് ഐ ഇൻ ബ്യൂട്ടി, നൈറ്റ് കോർ എക്സ്ട്രീം, മൾട്ടി കളർ ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഉണ്ട് ഇതിൻ്റെ അകത്ത് എനിക്കറിയാൻ വയ്യ. ഓക്കെ, ഇതാണ് ആ സാധനം. നമുക്ക് എന്തായാലും ഇത് മാറ്റി വെക്കാം. നെക്സ്റ്റ് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റാൻഡ് ആണ് വന്നേക്കുന്നത്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഒരു സ്റ്റാൻഡ് ആണ് വന്നേക്കുന്നത്. എന്തായാലും സ്റ്റാൻഡ് ആദ്യം പൊളിച്ചു നോക്കാം. ഓക്കെ, ഏകദേശം ഒക്കെ പൊളിഞ്ഞിരിക്കുവാണ്. ദാണ്ട് ഇവിടെ ഈ ഒരു ഓപ്പൺ ഏരിയയിലൊക്കെ ദാണ്ട് ഇവിടെ തുറന്നിരിക്കുവാണ്. അതേപോലെ ഇപ്പുറ സൈഡ് നോക്കി ഇവിടെയും തുറന്നിരിക്കും. മനസ്സിലായോ? നമുക്ക് എന്തായാലും ഇത് വലിച്ച് പുറത്തെടുക്കാം. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് അതിലോട്ട് വലിച്ചാൽ പുറത്തെടുക്കും. ഓക്കെ, ഇതാണ് ആ സ്റ്റാൻഡ്. സ്റ്റാൻഡിന് ഭയങ്കര ക്വാളിറ്റി ഒന്നും ഫീൽ ആവുന്നില്ല കേട്ടോ. എന്തോ തകടി ചെയ്ത ഒരു സാധനം ഉണ്ട്, കുഴപ്പമില്ല. ഇതെങ്ങനെയാണോ തുറക്കുന്നത്? ഞാൻ ഈ ഒരു സൈസ് ഇങ്ങനെയാണ് വരുന്നത്. വലിയ ക്വാളിറ്റി ഒന്നും ഫീൽ ആവുന്നില്ല കേട്ടോ. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. സ്റ്റാൻഡ് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അടിയിലോട്ട് താക്കുമ്പോഴാണ് ഓക്കെ ഇങ്ങനെയാണ് സംഭവം നിൽക്കുന്നത്. ഇവിടെ നമുക്കൊരു ടൈറ്റ് ഉള്ള ഒരു സാധനം കാണുന്നത്. അതിൽ പിടിച്ച് ടൈറ്റ് ആക്കുമ്പോൾ ഇവിടെ ടൈറ്റ് ആയിട്ട് നിൽക്കുമെന്നാണ് നോക്കുന്നത്, അല്ല പറയുന്നവര്. നമുക്കെന്താ നോക്കാം. ഓക്കെ ആണ്, ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ മുകളിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഞാൻ മാറ്റി കാണിച്ചു തരാം. ലൂസാക്കാൻ നമുക്ക് ഇങ്ങനെ മുകളിലോട്ട് താഴോട്ട് കാറ്റി ആക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു ക്വാളിറ്റി ഫീൽ ആവുന്നില്ലടാ. ഓക്കെ, നോക്കുവാണെങ്കിൽ ഈ മണ്ടയിലത്തെ സാധനം നമുക്ക് ഇങ്ങനെ ലൂസ് ആക്കിയിട്ട് മുകളിലോട്ട് പൊക്കാനും ബാക്കി താക്കാനൊക്കെ പറ്റുമെന്നാണ് കാണിക്കുന്നത്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട്. അതൊക്കെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, അതിനെ കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. ഇവിടെ കണ്ട ഇത് കണ്ടോ, ഈ സാധനം ഇവിടെ എന്തൊക്കെയോ ചെയ്യാൻ പറ്റി നീട്ടോ എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ മെയിൻ ഐറ്റത്തിലോട്ട് വരാം. നമ്മുടെ മെയിൻ ഐറ്റം, അതായത് നമ്മുടെ റിംഗ്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റത്തിലോട്ട് വരാം. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. സ്റ്റാൻഡ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ലൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് എന്തായാലും ലൈറ്റ് ഒന്ന് പൊട്ടി നോക്കാം. ലൈറ്റ് നോക്കുവാണെങ്കിൽ ഇവിടെയാണ് ഇങ്ങനെയാണ് പൊട്ടിക്കാൻ പറ്റുന്നത്. സോ പൊട്ടിക്കുക, പുറത്തെടുത്ത് നോക്കാം. ഓക്കെ, എന്തൊക്കെ ചാടിയൊക്കെ പോയിട്ടുണ്ട്. ഇതെന്താടാ?
അറിയത്തില്ല. ഇപ്പൊ ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ് വരുന്നത്. USB ടൈപ്പ് കേബിൾ ആട്ടോ. നമ്മുടെ ലൈക്ക് ഫോണിന്റെ ചാർജർ ആ കേബിൾ വരത്തില്ല അത്. സോ ഇതാകുമ്പോൾ എളുപ്പമുണ്ട്. ഇവിടെ അല്ലാണ്ട് തന്നെ ഓൾറെഡി ഒരു ഈ പറയുന്ന ലൈറ്റ് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ, ബ്രൈറ്റ്നസ് ഇട്ടുള്ള സാധനമൊക്കെ വരുന്നുണ്ട്. പിന്നെ അല്ലാണ്ടൊരു അത് ഹോൾഡ് ചെയ്യാനുള്ള മൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇതാണ് സാധനം. പക്ഷേ ഇതെന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഇതെന്തിനായിരിക്കും? ഓക്കെ, അത് കൂടാണ്ട് പിന്നെ ഈ ഒരു ഐറ്റം വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ ഈ മൗണ്ടിന്റെ ഒരു സാധനമാണ്. ഇതാ ആ സാധനം നമുക്ക് എന്തായാലും ഇതിന്റെ വള്ളിയൊക്കെ ഒന്ന് അയച്ചു നോക്കാം. ഇതിന്റെ അകത്ത് ഈ മോഡ് ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, 10 ഇഞ്ചിന്റെ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. ഇതിന്ന് വലിയ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇതിന്ന് വലിയ ഓപ്ഷൻസിന്റെ ആവശ്യം എനിക്ക് ഉണ്ടെന്ന് തോന്നിയില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് ഉണ്ടെന്ന് തോന്നുന്നു. അഥവാ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമുക്ക് കിട്ടാനിരിക്കുമല്ലോ. ഇത് ഓൾറെഡി നല്ല ലേറ്റ് ആയിരുന്നു, അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. സോ നമുക്ക് ഇത് എന്തായാലും ഒരു പ്ലഗിൽ കണക്ട് ചെയ്ത് നോക്കാം. കത്തോ ഇല്ലെന്ന് അറിയാമല്ലോ. കണക്ട് ചെയ്തപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു നീല ഇതൊക്കെ വന്നിട്ടുണ്ട്. ഗൈസ്, ഇതാണ് ലൈറ്റ്. ഓക്കെ, കളർ ചേഞ്ച് ആക്കാനൊന്നും പറ്റത്തില്ലേ? ഓക്കെ, അതെ, കളർ നമുക്ക് ഇങ്ങനെ മാറ്റി തിരിച്ചും കളിക്കാം. പിന്നെ അതേപോലെ ബ്രൈറ്റ്നസ് മാക്സിമം ആണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ബ്രൈറ്റ്നസ് കുറയുന്നുണ്ട് ആണെന്നുണ്ടാകുന്നത്. നമുക്ക് കളർ ചേഞ്ച് ആക്കാൻ ഇവിടെ ഇങ്ങനെ പറ്റും. അതേപോലെ ബ്രൈറ്റ്നസ് കൂടണമെങ്കിൽ ബ്രൈറ്റ്നസ് കൂട്ടാൻ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഞെക്കിയാൽ കൂടും. ഇതൊക്കെയാണ് സംഭവം. ചെറിയ സാധനമാണോ, പക്ഷെ ഇത് കൊള്ളാം ഗൈസ്. എനിക്ക് ഇഷ്ടമായി. അതുകൊണ്ട് അത്യാവശ്യം നല്ല കളേഴ്സ് വരുന്നുണ്ട്. ക്യാമറയിൽ എത്രത്തോളം വിസിബിൾ ആവുമെന്ന് അറിയത്തില്ല. ഇതൊക്കെയാണ് എന്റെ കളേഴ്സ്. ഓക്കെ, ഞാൻ ബ്രൈറ്റ്നസ് ഫോണിന്റെ ലൈറ്റ് ഒന്ന് കുറയ്ക്കട്ടെ. ഓക്കെ, അയ്യോ, ഇതൊക്കെയാണ് ലൈറ്റ് വരുന്നതിൻ്റെ അകത്ത്. നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. ഈ ഒരു വെള്ള വരുന്നുണ്ട്, അതേപോലെ ഈ ഒരു മഞ്ഞ ലൈക്ക് കളർ വരുന്നുണ്ട്, വാമ. അതേപോലെ ഈ ഒരു വേറൊരു വൈറ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു വേറെ എന്തൊക്കെയോ ഒരു കളർ. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതേപോലെ ഉണ്ട് നോക്കിയാൽ ബ്രൈറ്റ്നസ് ഇപ്പോൾ മാക്സിമം കിടക്കുക. ബ്രൈറ്റ്നസ് ആണ് ഇതേപോലെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഫുള്ള് ബ്രൈറ്റ്നസ് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. അതേപോലെ നല്ല രീതിയിൽ കൂട്ടാനൊക്കെ പറ്റും. കണ്ടോ, നല്ല രീതിയിൽ ബ്രൈറ്റ്നസ് കൂട്ടാനും പറ്റും. ഓക്കെ, സാധനം എന്തായാലും കൊള്ളാം. സ്റ്റാൻഡ് നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഈ ഭാഗത്ത് ഈ ഒരു കമ്പി ഒന്നും എനിക്ക് ഒട്ടും കനമില്ല, അല്ലെങ്കിൽ ഒട്ടും എന്താ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഫീൽ ആണ്. ബാക്കി ഇവിടെയൊക്കെ ഓക്കെയാണ്. ബാക്കി ലൈക്ക് ബേസ് മാത്രമേ ഒരു വിഷയമുള്ളൂ. അത്യാവശ്യം പക്ഷെ കൊള്ളാം. സാധനം കാണാൻ വേറെ കുഴപ്പമൊന്നുമില്ല. ലൈക്ക് അത്യാവശ്യം നല്ലൊരു ഇരിക്കുന്നുണ്ട്. നോക്കുവാണെങ്കിൽ ഇതാണ് അതിന്റെ, അതായത് നമ്മുടെ നോർമൽ ലാപ്പിലൊക്കെ വരുന്ന USB ടൈപ്പ് ഇതില്ലേ, നമ്മൾ ചാർജർ കുത്തുന്നത് USB to C അല്ലേ എല്ലാ ഫോണും. അതേപോലെ ഐഫോണിന്റെ അല്ല, അല്ലാത്ത നോർമൽ ഫോൺസ് ഒക്കെ വരുന്ന ആ ഒരു USB ആണ് കൊടുത്തത്. ഇത് കണക്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ജസ്റ്റ് ഇത് നമ്മളെ ചാർജറില്ലേ, മൊബൈൽ ചാർജർ, അതിന്റെ അകത്ത് USB-C കൊടുക്കേണ്ട അവിടെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് കണക്ട് ചെയ്യുമ്പോൾ ഈ നമ്മളിവിടെയാണ് കൺട്രോൾസ് വരുന്നത്. ഇവിടെ നീല കത്തും. ഈ ഒരു നീല കാണുമ്പോൾ അവിടെ നീല കത്തും. ആ നീല നിങ്ങൾ ഞെക്കിയ ലൈറ്റ് വന്നു. ഓക്കെ, ഇതിനകത്ത് ബ്രൈറ്റ്നസ് കൂട്ടാനുള്ളതിന് ഏറ്റവും ടോപ്പിലത്തെ ഏറ്റവും അതിന്റെ തൊട്ട് താഴത്തെ കളർ നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റും. കണ്ടോ, ഓരോ കളർ ചേഞ്ച് ആവുന്നുണ്ടോ. വാമ് വേറെ രണ്ട് കളേഴ്സ് ആണ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രൈറ്റ്നസ് കുറയ്ക്കാനുള്ളതാണ് ഇത്. ഉണ്ടോ, ബ്രൈറ്റ്നസ് കുറയുന്നുണ്ട്. ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ. കണ്ടോ, നല്ല രീതിയിൽ കൂടി വരുന്നുണ്ടോ. ഇത്രയേ ഉള്ളൂ ചേച്ചി സംഭവം. എനിക്ക് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാമ തന്നെയാണ്. കാരണം വാമ നമുക്ക് ഒരു സ്കിൻ ടോൺ തരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ആ ഒരു ആ ഒരു ആ ഒരു ലൈറ്റ് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഓക്കെ, സോ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ അത്രയുള്ളൂ കേസ്. ഇത്രയുള്ള കേസ് സ്റ്റാൻഡ് കേസ് എനിക്ക് ഇത്രയൊക്കെ പറയാൻ അറിയാത്തുള്ളൂ. എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഈ ആടിയിലത്തെ ആ ഒരു ക്വാളിറ്റി മാത്രം കുറച്ച് ഇതായിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്കറിയാം ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് വീഡിയോ ആണ്. ഓക്കെ, സോ അത് മാത്രമല്ല എനിക്കറിയത്തില്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഈ വീഡിയോയിലൊന്നും. പക്ഷെ ഞാൻ ലൈക്ക് എന്തായാലും തുടങ്ങാം എന്ന് വെച്ച് തുടങ്ങിയതാണ്. സോ ദാണ്ട ലൈറ്റ് ഇപ്പം ഞാനിവിടെ നല്ല കത്തിച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ആർക്കെങ്കിലും ഈ പ്രൊഡക്റ്റ് വേണമെന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി. ഞാൻ അതിനകത്ത് ലിങ്ക് കൊടുത്തേക്കാം. സോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്കുള്ള ലൈക്ക് സജഷൻസ് എന്താണോ, നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ഇമ്പ്രൂവ് ആക്കണം, എന്താണ് ഇന്നത്തെ വീഡിയോയിൽ കുഴപ്പം എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ലൈക്ക് കമന്റ് ബോക്സിൽ പറയാൻ പറ്റുമെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് പറയാൻ മാക്സിമം നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഇമ്പ്രൂവ് ആക്കാൻ നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റ് ചെയ്യാൻ ലൈക്ക് അടിക്കുക. അപ്പൊ അത്രയുള്ള ഗൈസ്. ബൈ ഗൈസ്. സ്റ്റെപ്പ്